ഗോപിക്ക്. ഞാൻ ഗായത്രിയാ. എനിക്ക് നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ ശരിയായി. ഒടുവിൽ പാവങ്ങളെയും രോഗികളെയും ശുശ്രൂഷിക്കണമെന്ന എൻ്റെ ആഗ്രഹം സാധിച്ചു. ഇവിടെ ഒരു വൃദ്ധസദനമുണ്ട്. മക്കൾ ഉപേക്ഷിച്ച കുറെ അച്ഛനമ്മമാരും മുത്തശ്ശന്മാരും മുത്തശ്ശികളുമുണ്ട്. ഞാൻ എല്ലാവരുമായി നല്ല കൂട്ടാ. ഇവിടുത്തെ ക്യാമ്പസൊക്കെ ഭയങ്കര ബോറാ. നല്ല സുഹൃത്തുക്കളൊക്കെ കുറവാ. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ക്യാമ്പസും പുഴയും കാറ്റാടി മരങ്ങളും ഒക്കെ ഒരു രസം തന്നെയാ. അത് ഓർക്കുമ്പോഴാ നിങ്ങളെയൊക്കെ നഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ജസ്റ്റ് വരുന്നില്ലേ? അതാ വരുന്നു. ഇത് നമ്മുടെ ഗോപിയുടെ ഫ്രണ്ടല്ലേ? വാ. ഗായത്രി, ഗായത്രി, ഡോക്ടറെ വിളിച്ചിട്ട് വരാം. എങ്ങനെ എടുത്ത കുട്ടിയായത്? എന്തൊരു വിദ്യാ ഭഗവാന്. പേടിക്കണം കേട്ടോ. ഈ മരുന്ന് വാങ്ങിക്കൊടുത്താൽ മതി. വാങ്ങി വരാം. ഗോപി, സുമ ചേച്ചി? അതെ. ചേച്ചി ഇപ്പൊ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അതെ, ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് 3 മാസമായി. അല്ല, നീ എന്താ ഇവിടെ? ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ കിടപ്പുണ്ട്. ആ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടി. ഓ, ആ കുട്ടി. ഗോപി ഒന്ന് വന്നേ. ആ കുട്ടിയുടെ കേസിൽ പലരും ഇടപെടുന്നുണ്ട്. ആ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് അല്ല ഇവിടെ കിട്ടുന്നത്. എവിടെ പ്രിസ്ക്രിപ്ഷൻ? നോക്കട്ടെ. ഈ മരുന്നുകളെല്ലാം അപകടമാണല്ലോ. കടുത്ത മാനസിക രോഗികൾക്ക് നൽകുന്ന മരുന്നുകൾ അതൊക്കെ. ആ കുട്ടിയെ അപകടപ്പെടുത്താൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. അവൾ രക്ഷപ്പെട്ടാ കുടുങ്ങുന്നത് ഉന്നതന്മാരൊക്കെ ആണല്ലോ. ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റുന്നതാ നല്ലത്. എന്താ പറ്റി? അതൊക്കെ പിന്നെ പറയാം. ഗായത്രി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം, അല്ലെങ്കിൽ അപകട. ഒന്ന് പിടിച്ചേ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഈ പേഷ്യന്റ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? നിങ്ങളൊക്കെ ആരാ? ഞങ്ങളോ? പ്രതികരണ ശേഷി നഷ്ടപ്പെടാത്ത വിദ്യാർത്ഥികൾ. ഒരു പാവം വിദ്യാർത്ഥിനിയോട് ജീവൻ അപകടപ്പെടുത്താൻ ഇവിടെ ഗൂഢാലോചന നടത്തുമ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്കാവില്ല. ഈ അവസ്ഥയിൽ ഈ പെൺകുട്ടിയെ പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റൂ. പണത്തിനും പ്രതാപത്തിനും വേണ്ടി മെഡിക്കൽ എത്തിക്സിനെ പണയം വെക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം എറിഞ്ഞു തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങളൊക്കെ അകത്താകും. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്ന ഉന്നതന്മാരുണ്ടല്ലോ, അവരും മാറി നിൽക്കും. പ്രിയപ്പെട്ടവരെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ പടിയടച്ച് പിണ്ടം വെച്ച ഈ നഴ്സിംഗ് കോളേജിലേക്ക് നമുക്ക് സംഘടിച്ച് കടന്നു വരേണ്ടി വന്നത് ഇവിടെ നടന്ന അതിദാരുണമായ ഒരു പീഡനത്തിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ്. സ്വന്തം ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയെ റാഗിങ്ങിന്റെ മറവിൽ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തിയ ഈ സംഭവം സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഉയർന്ന ഫീസ് കൊടുക്കാൻ ഗതിയില്ലാതെ പ്രവേശന പരീക്ഷാ കമ്മീഷൻ ഓഫീസിന്റെ 7ാം നിലയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്ത രജനീയ സ്ഥാനത്തിന്റെ ചോരപ്പാടുകൾ ഉണങ്ങുന്നതിന് മുമ്പാണ് കേരളത്തിന്റെ മണ്ണിൽ വീണ്ടും ഇത്തരമൊരു സംഭവം. സാമുദായിക പ്രമാണികൾക്കും സ്വാശ്രയ മാനേജ്മെന്റിനും മാഫിയകൾക്കും വിദ്യാഭ്യാസം തീരെഴുതി കൊടുക്കുകയും അങ്ങനെ ക്യാമ്പസിൽ അരാജകത്വവും അരാഷ്ട്രീയവും അഴിഞ്ഞാടുകയും ചെയ്തതിന് കാരണം ഇവിടുത്തെ നീതിപീഠവും ഭരണകൂടങ്ങളുമാണ്.
പണക്കൊഴുപ്പിന്റെ പിൻബലത്തിൽ സ്വന്തം സഹപാഠിയുടെ മാനത്തിന് പോലും വില പറയുന്ന നരാധവന്മാരെ നിങ്ങൾ അധികാരികൾ ഒതുക്കിയ ഏത് താവളത്തിൽ പോയി ഒളിച്ചാലും കേരളത്തിലെ സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടെ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുമെന്ന് ഓർത്തിരിക്കും. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെ മനോരോഗിയാക്കാനുള്ള ശ്രമം പോലും ഇവിടെ നടക്കുകയുണ്ടായി. എന്നാൽ പ്രിൻസിപ്പാളും ഡയറക്ടറും വൈസ് ചാൻസലറും എല്ലാം തന്നെ അത്തരമൊരു സംഭവമേ ഇല്ല എന്ന് പ്രസ്താവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിൽ ഏതൊരു വിദ്യാർത്ഥിക്ക് പ്രശ്നമുണ്ടായാലും പ്രതികരിക്കുന്ന വിദ്യാർത്ഥികളുടെ എല്ലാരും വാ. കോടതിയിൽ കയറി പ്രിൻസിപ്പലിനെയും ഡയറക്ടറെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? SP യുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ്. വ്യക്തമായ തെളിവുണ്ട്. കാര്യങ്ങൾ ഞങ്ങൾ ബോധിപ്പിക്കേണ്ട സ്ഥലത്ത് ബോധിപ്പിച്ചോളാം. എന്ത് തെളിവ്? അബ്നോർമലായ ഒരു കുട്ടിയുടെ വാക്കുകളാണോ നിങ്ങളുടെ തെളിവ്? തെമ്മാടിത്തരം പറയരുത്. നിങ്ങളൊരു സ്ത്രീയല്ലേ? നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ പീഡിപ്പിച്ചെങ്കിൽ ആരെങ്കിലും പറയായിരുന്നോ? ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് കോളേജിൽ നടന്നിട്ടുണ്ട്. അധ്യാപകരുടെ പീഡനം സഹിക്കാൻ കഴിയാതെ ധാരാളം കുട്ടികൾ പഠനം നിർത്തി പോയിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ പിൻപുകളായി പ്രവർത്തിക്കുന്ന ഇവരൊക്കെ തന്നെയാണ് അന്നും ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. വിദേശത്ത് പഠിച്ച് ലക്ഷങ്ങൾ വാരിയെറിഞ്ഞു വീസിയായ നിങ്ങൾക്ക് കേരളത്തിലെ പാവപ്പെട്ട പെൺകുട്ടികളുടെ തുണി പറിച്ചെറിയുന്ന സംസ്കാരം ഒരു ദുരന്തമായി തോന്നില്ല. നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആരാണെന്ന് എനിക്കറിയാം. പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ഇവരെ വിടേണ്ടി വരും. ഓർത്തു. പിന്നെ പോലീസിന് ചെലവിനരുത് നിങ്ങളല്ലേ? ഗായത്രി, എങ്ങനെയാ നിന്നെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നോക്ക്, ധൈര്യം കൈവിടരുത്. ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഗായത്രിക്ക് വിശ്വസിക്കാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ തകർന്നു പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും. എല്ലാവർക്കും എന്റെ മോളെ പറ്റിയായി പറയേണ്ടത്. എന്റെ മോക്ക് ഒരു കുഴപ്പമില്ല, അവക്കൊന്നും പറ്റിയിട്ടില്ല. ഭാനുവേ, എടി ഭാനു. എന്താ ഭാനുവേ, എന്താ ഇവിടുത്തെ ഭാനു ഇത് എവിടെ പോയി കിടക്ക ഈ സമയത്ത്? വരട്ടെ കേട്ടോ, വാതിലും തോന്നിട്ട് പോയിക്കിടാണ്ടില്ലേ? എന്റെ മോക്കൊന്നുമില്ല, എന്റെ മോക്കൊന്നുമില്ല. എന്താ പറ്റിയേ? എന്താ പറ്റിയേ? എന്താ പറ്റിയേ? എന്താ? എന്റെ ഗോപി, എനിക്കൊരു ചായക്കടയിൽ പോകാൻ പറ്റണില്ല, വഴി നടക്കാൻ പറ്റണില്ല. ഓരോരുത്തർ വന്ന് എന്തൊക്കെയാ എന്നോട് ചോദിക്കണേ. ഞാനൊരു അച്ഛനല്ലേടാ, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ മോള് പഠിച്ചൊരു ജോലിക്കാരിയാവണമെന്ന് ആഗ്രഹിച്ചതാണോ? ഗോപി എപ്പോഴാ ഇവിടെ എത്തിയത്? ഗായത്രിക്ക് എങ്ങനെയുണ്ട്? ആ, മെല്ലെ മെല്ലെ ശരിയായി വരുന്നുണ്ട്. നമുക്കെന്താ ചെയ്യാൻ കഴിയാ? വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാനല്ലേ കഴിയൂ. ഇവരൊക്കെ വെടിവെച്ച് കൊല്ലുക വേണ്ടത്. അമ്മയും പെങ്ങന്മാരും തിരിച്ചറിയാത്തവന്മാര്. ആലോചിക്കുമ്പോ പേടി തോന്നുക. എന്തൊരു നാടാ നമ്മുടേത്. 100% സാക്ഷരത, ഗോഡ്സ് ഓൺ കൺട്രി, സംസ്കാര സമ്പന്നന്മാർ. ഷെയിം. എന്നിട്ട് നമ്മളൊക്കെ അഭിമാനിക്കുന്നു മലയാളികളാണെന്ന് പറഞ്ഞ്. അല്ല, ഇനിയിപ്പോ ആ കുട്ടിക്ക് തുടർന്ന് പഠിക്കാൻ പറ്റുമോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവളുടെ അച്ഛനും അമ്മയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ നിസ്സഹായാവസ്ഥയിലാ.
ഞങ്ങളുടെ എല്ലാം കൂട്ടായ തീരുമാനം അതാണ്. ഗോപി ഞങ്ങളുടെ പാനലിൽ ചെയർമാനായി മത്സരിക്കണം. അയ്യോ, ഞാനോ? ഇതൊക്കെ വലിയ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളല്ലേ. എന്നെ ഒഴിവാക്കണം. ഞാനൊരു ക്ലാസ് ലീഡർ പോലും ആവാത്ത ആളാ. ചെയർമാനായി മത്സരിക്കാൻ ഗോപികൃഷ്ണൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഞങ്ങൾ കാണുന്നില്ല. ഗോപി ഒന്നും കൂടെ നന്നായി ഒന്ന് ആലോചിക്കും. ഹലോ, ഹൗ ആർ യു ചെയർമാൻ? ഞാൻ കേട്ടു. എന്ത് കേട്ടു? ഞാൻ മത്സരിക്കുന്നൊന്നുമില്ല. അയ്യേ, ഇതുപോലൊരു കോളേജിന്റെ ചെയർമാൻ ആവാന്ന് വെച്ചാ ചില്ലറ കാര്യമാണോ മാഷെ? നമ്മിതൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? നോക്ക്, ഗോപി മത്സരിക്കണം. ഈ കോളേജിന്റെ ചെയർമാൻ ആകണം. നിന്നെ ഇവിടെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ഒരുപാട് പേരുണ്ട്. അവരുടെ മുന്നിൽ നീ വിജയിക്കണം. അത് എന്റെയും കൂടെ ആവശ്യമാണ്. ക്യാമ്പയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ വ്യക്തിപരമായി ഓരോരാളെയും കണ്ടിട്ട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ. ഗോപി, നിക്ക്. എന്താ ഇത്? കുറെ ദിവസമായിട്ട് നിന്റെ കത്തും ഇല്ല, ഒരു വിവരവും ഇല്ല. ഞാൻ എന്ത് സമാധാനത്തോടെ അവിടെ ഇരിക്കുക? അമ്പിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് നീ വരില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഇനി പറയാനൊന്നുമില്ല. ഉണ്ണിമാമയുടെ സ്വഭാവം നിനക്കറിയാലോ. തൊട്ടേനും പിടിച്ചതിനും ഒക്കെ പരാതി. നിന്നെ അവരൊക്കെ കൈ കിട്ടാൻ കാത്തിരിക്കുക. എന്നാ നിങ്ങള് സംസാരിച്ചോണ്ട് നിൽക്ക്, ഞങ്ങൾ ആ ഹിസ്റ്ററി ബ്ലോക്ക് ഒന്ന് കവർ ചെയ്തിട്ട് വരാം. ശരി അമ്മേ, അതൊക്കെ പിന്നെ പറയാം. അമ്മ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ വയ്യാത്ത സമയത്ത് ഒരു കത്ത് അയച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലേ? മിണ്ടണ്ട നീ. കത്ത് ഇവളൊരാളുള്ളതുകൊണ്ട് നിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയണുണ്ട്. അല്ല, നമ്മുടെ ഗായത്രിയുടെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. കഷ്ടായി പോയി. അവരിപ്പൊ എവിടെയാ താമസിക്കണമെന്ന് അറിയാത്തോണ്ട് ഒന്ന് പോയി കാണാനും പറ്റിയില്ല. എന്താ ചെയ്യാ? എനിക്ക് അവിടെ ഇരുന്നപ്പോ പെട്ടെന്ന് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ആദി. കണ്ണടച്ച ഓരോ സ്വപ്നങ്ങൾ ഇങ്ങനെ കാണും. ഇതെന്താ നിന്റെ കോലം? എണ്ണതേപ്പും കുളിയൊന്നും ഇല്ലേ? എന്നാ കുറച്ച് ഉണ്ണിയപ്പം അച്ചാറും ഉണ്ട്. എന്നാ സമയത്തിന് വല്ലതും കഴിക്കണട്ടോ. നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് വാ. ദേ, ഞാൻ പോവാട്ടോ. ഇപ്പൊ പോയാലേ വൈകിട്ടാവുമ്പോഴത്തേക്ക് അങ്ങോട്ട് എത്തുള്ളൂ. ഇവന്റെ മേലൊരു കണ്ണുണ്ടാവണം. മഹാ ഉഴപ്പനാ. സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ വിജയിച്ചേ. ഇൻക്ലാബ് സിന്ദാബാദ്. സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ സിന്ദാബാദ്. നമ്മുടെ ചെയർമാൻ ഗോപികൃഷ്ണൻ. നമ്മുടെ ചെയർമാൻ ഗോപികൃഷ്ണൻ. വിജയിച്ചേ, വിജയിച്ചേ. ഗോപികൃഷ്ണൻ വിജയിച്ചേ. ഗോപികൃഷ്ണൻ സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ സിന്ദാബാദ്. ആ ഗോപിയോ, എന്നാണോ നാട്ടിലേക്ക്? ദാ പോവാ. അങ്ങനെ ഒരു ബാച്ച് കൂടി പടിയിറങ്ങി പോണ കണ്ടു. ഇത്രയും കൊല്ലത്തിനിടയിൽ എത്ര കുട്ടികൾ വരണമെന്ന് പോണെന്നും കണ്ടു. ഇനിയിപ്പോ അടുത്ത കൊല്ലം ഞാനൊക്കെ ഉണ്ടാവുമെന്തോ. മനുഷ്യന്റെ കാര്യല്ലേ. എന്നാ ഞാനങ്ങോട്ട് പോട്ടെ, ഇനിയും കുറെ പൂട്ടാനുണ്ട്. ഇവിടെ നിന്നാണ് കന്യകെ, നിന്റെ കണ്ണുകളിൽ നിന്നാണ് അറിവിന്റെ ആദ്യത്തെ കിരണം എന്റെ ഹൃദയത്തെ ചുംബിച്ചത് എന്ന് ഞാൻ പഠിച്ചത്. ഇവിടെ നിന്നാണ് if I had the heavens embroidered clothes I would have spread them under your feet എന്ന് ഞാൻ പഠിച്ചത്. ഇവിടെ നിന്നാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് ഞാൻ പഠിച്ചത്.
ഗായത്രി, എന്ത് വിട്ടിത്താ നീ കാണിക്കുന്നേ? ഞാനിനി എന്താ ചെയ്യണ്ട ഗോപി? ഞാൻ മറക്കാൻ ശ്രമിക്കുന്നതെല്ലാം ഓരോ ദിവസം എന്നെ കൂടുതൽ കൂടുതൽ വേട്ടയാടുക. മരണം ഒന്നിനൊരു പരിഹാരമല്ല. അങ്ങനെയെങ്കിൽ ലോകത്ത് വളരെ കുറച്ച് മനുഷ്യരല്ലേ ജീവിച്ചിരിക്കുള്ളൂ. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൊരുതുകയും ചെയ്യുന്ന കുറെ അധികം ആൾക്കാർ നിന്നോടൊപ്പം ഉണ്ട്. നീ അവരെ തോൽപ്പിക്കരുത്. നോക്ക്, നിന്നോട് ക്രൂരത കാട്ടിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവർ രക്ഷപ്പെടാനുള്ള ഒരു വഴി നമ്മൾ അവർക്ക് നൽകിക്കൂടാ. എന്നെ ഉപദ്രവിക്കരുത്. എന്നോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ? ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട കുട്ടിയായിരുന്നു നീ. നീ ഒരിക്കൽ ചോദിച്ചില്ലേ നമ്മളെന്നും കുട്ടികളായിരിക്കുമെന്ന്? ഇപ്പോ എനിക്ക് തോന്നുക നമ്മൾ എന്നും കുട്ടികളായിരുന്നെങ്കിൽ എന്ന്. ഒരുപാട് ചിരിക്കുന്ന, ഒരുപാട് സംസാരിക്കുന്ന ആ പഴയ ഗായത്രിയായിട്ട് നീ മാറണം. അച്ഛനും അമ്മയ്ക്കും ഒരുപാട് പ്രതീക്ഷകളും പ്രേരണയും ഒക്കെയുള്ള ആ പഴയ ഗായത്രി. നീ എനിക്ക് വാക്കുകൊണ്ട ഗോപി പറഞ്ഞ ശരിയാ. ഞാൻ ആത്മഹത്യ ചെയ്ത എന്നോടൊപ്പം മരിക്കുന്നത് ഈ നാട്ടിൽ പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് പെൺകുട്ടികളാ. അവർക്കൊക്കെ വേണ്ടി ഞാൻ മരിക്കാതിരിക്കും. വാക്ക്. ഗിവ് ഫ്ലവേഴ്സ് ടു ദി റെബൽ ഹു ഫെയിൽസ് എന്ന് കേട്ടിട്ടില്ലേ? എടാ, ദിവസം കുറെ ആയല്ലോ, മനുവിനെ പറ്റി ഒരു വിവരമില്ല. ഞാൻ ഇന്നലെ അവന്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോ അവന്റെ മമ്മി ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഇനി അവൻ വല്ല കടുങ്കയും ചെയ്തോ എന്തോ. ആ ധൈര്യമൊന്നും അവനുണ്ടാവില്ല. നീ വലിയ ഡയലോഗ് ഒന്നും പറയണ്ട. നിനക്ക് വേണ്ടി വൃത്തിയിട്ട കളിയൊക്കെ കളിച്ചത്. ആഹാ, ഞാൻ പറഞ്ഞു ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞ് അവനെ പറ്റിക്കാൻ. നിന്റെ മറ്റവളുടെ പറയാ അവൻ നടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയല്ലടാ ഇതൊക്കെ ചെയ്ത്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പോലീസിലൊരു പരാതി കൊടുത്താലോ? Thank you. Hello. How are you? Fine. സോറി അളിയ, ഞങ്ങളൊക്കെ ഭയന്നിരിക്കുകയായിരുന്നു. ഒരു തമാശക്ക് തുടങ്ങിയതാ. പക്ഷെ ഇത്ര സീരിയസ് ആവുമെന്ന് എഴുതിയില്ലല്ലേ? ഞങ്ങൾ നിന്നെ ഫോണിൽ ഒരുപാട് ട്രൈ ചെയ്തു. നീ എവിടെയെന്നറിയാതെ ടെൻഷനിലായിരുന്നു ഞങ്ങള്. എടാ, ഇതൊക്കെ ക്യാമ്പസ് ജീവിതത്തിലെ തമാശയായിട്ട് കരുതാൻ പാടുള്ളൂ. തമാശയായിട്ട് എടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു ജോക്കായിട്ട് എടുക്കാം. ഒരു തമാശ കേട്ടിട്ട് നിങ്ങൾ എന്താ ചിരിക്കാത്ത? എനിക്കത് അപ്പോഴേ മനസ്സിലായതാ. എന്നെ ആരോ വടിയാക്കാണ്. പിന്നെ നിനക്കൊക്കെ ഒരു പണിയിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു മുങ്ങൽ മുങ്ങിയതല്ലേ? എല്ലാരും പേടിച്ചാണോ അല്ലേ? എടാ, ഞാൻ ബാംഗ്ലൂർ ആന്റിയുടെ വീട്ടിലായിരുന്നു. ബെല്ലടിച്ചു. ഞാൻ ക്ലാസ്സിൽ പോട്ടെ. വെക്കേഷൻ എന്താ പരിപാടി? സ്ഥിരം പരിപാടികൾ തന്നെ. പിന്നെ ചില യാത്രകൾ, ചില സുഹൃത്തുക്കൾ, അവരെയൊക്കെ ഒന്ന് കാണണം. പിന്നെ ധാർവാറിലൊരു സുഹൃത്ത് ഒരു സിത്താർ കൊണ്ട് തന്നിട്ടുണ്ട്. അതിന്റെ മുകളിൽ ചില പരീക്ഷണങ്ങൾ. എനിക്ക് റിസർച്ച് തീസിസ് തീർക്കണം, സബ്മിറ്റ് ചെയ്യണം. ക്ലാസ് അടച്ചാൽ നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോണം. ആ ഗോപി, ഇയാളെ ഞാൻ എവിടൊക്കെ തെരഞ്ഞു. ദേ, റെക്കോർഡൊക്കെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെക്കോർഡോ? എന്റെയോ? ആ, നമിത തന്നിരുന്നു. ശരി. പ്രസിദ്ധ, എന്താ ഗോപി? നമിത കണ്ടിരുന്നോ? ഇല്ല, കുറെ ദിവസമായി ക്ലാസ്സിൽ വന്നിട്ട്. എന്താ കാര്യം? ഏയ്, ഒന്നുമില്ല. എന്നാ ശരി. നിനക്ക് വേണ്ടി റെക്കോർഡുകൾ എഴുതുക, നിന്റെ അമ്മയുമായി സൗഹൃദത്തിലാവുക, നിന്റെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക,
എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവൾക്ക് നിന്നോട് പ്രത്യേക ഇഷ്ടമുണ്ടെന്ന്. ഷീ ലവ്സ് യു. എന്താ ചേട്ടായി പറയുന്നേ? അവള് വലിയ വീട്ടിലെ കുട്ടിയാ, സുന്ദരിയാ. ഇതൊക്കെ നമുക്ക് മോഹിക്കാൻ പറ്റുന്നതിനപ്പുറമല്ലേ? നിനക്കെന്താടാ കുറവ്? നീ എന്നെ പോലെ പൊട്ടക്കണ്ണനൊന്നും അല്ലല്ലോ. ഒന്നുമില്ലെങ്കിലും നിനക്ക് രാവും പകലും കാണാലോ. ഇതൊക്കെ ഒരു തരം കോംപ്ലക്സാ. ഈ കോംപ്ലക്സ് ഉള്ളവന് പറഞ്ഞ പണിയല്ല ഈ പ്രണയം. വെറുതെ സമയം കളയാനായിട്ട്. എനിക്ക് വേറെ പണിയുണ്ട്. നീ ഇവിടെ ഇരുന്ന് ആലോചിച്ചോ. ഞാൻ പോവാ. അയ്യോ അമ്മേ.